ഭഗവാൻ ചോദിച്ചു, ഉണ്ണി നമ്പൂതിരിക്ക് ഒരു മാല ഇഷ്ടമായോ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണി വളരെ മൗനമായിട്ട് തലയാട്ടി. തൻ്റെ ഭക്തന്റെ ആ ഒരു ഇഷ്ടം കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ആ മാലയൂരി ഉണ്ണി നമ്പൂതിരിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. എന്നിട്ട് ഉണ്ണി നമ്പൂതിരിയോട് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ഉണ്ണി നമ്പൂതിരി വീട്ടിലെത്തി. അച്ഛനും അമ്മയ്ക്കും ആ മാല കാണിച്ചു കൊടുത്തു. പൊന്നു ഗുരുവായൂരപ്പൻ തനിക്ക് തന്ന സമ്മാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ണിയെ ഒരുപാട് ശകാരിക്കുകയും തല്ലുകയും ചെയ്തു. നീ ഭഗവാന്റെ മാല കട്ടോ എന്ന് ചോദിച്ചിട്ട്. പിറ്റേന്ന് രാവിലെ നട തുറക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണന്റെ കഴുത്തിലെ മാല കാണാനില്ല. ആകെ ബഹളമായി. ആരോ ഉണ്ണിയുടെ കഴുത്തിലെ മാല കട്ടിരിക്കുന്നു, മോഷണം നടത്തിയിരിക്കുന്നു പറയാണ്. അപ്പൊ പല ആളുകളും പറഞ്ഞു, ഉണ്ണി നമ്പൂതിരി കഴുത്തിലൊരു സ്വർണ്ണമാലയും അണിഞ്ഞിട്ട് ഇന്നലെ നടക്കുന്നത് കണ്ടിരുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് ആ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛനും അമ്മയും ഉണ്ണി നമ്പൂതിരിയെ കൂട്ടി ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയിരുന്നു. ഉണ്ണി നമ്പൂതിരിയുടെ കഴുത്തിലെ മാല കണ്ടപ്പോൾ ക്ഷേത്രം ഭരണാധികാരികൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. നീ ഭഗവാന്റെ മാല മോഷ്ടിച്ചു എന്ന് പറയാൻ തുടങ്ങി. ഉണ്ണി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ മോഷ്ടിച്ചതല്ല, ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പൻ, എന്റെ ഉറ്റ സുഹൃത്ത്, എന്റെ പൊന്നു ഗുരുവായൂരപ്പൻ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണെന്ന് പറയാണ്. ഇതൊന്നും കേൾക്കാതെ ഭരണാധികാരികൾ ആ ഉണ്ണിയെ ശകാരിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ വയ്യാതെ ഉണ്ണി നമ്പൂതിരി നിലവിളിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും വേദന സംഭവിച്ചിരിക്കുന്നു, അങ്ങത് കാണുന്നില്ലേ? അങ്ങ് എനിക്ക് സമ്മാനമായി തന്ന മാലയല്ലേ ഇത്? അങ്ങനെ വേദന കൊണ്ട് കരയുമ്പോഴും ഉണ്ണി നമ്പൂതിരി ഭഗവാനോട് പറയുന്നുണ്ടായിരുന്നു, ഭഗവാനെ, അങ്ങ് അരുളി ചെയ്യാതെ ഇനി എന്റെ കഴുത്തിൽ ഈ മാല അണിയില്ല. അത് പറഞ്ഞതും ഉണ്ണി നമ്പൂതിരി ആ മാല വലിച്ചു പൊട്ടിച്ച് തൊട്ടരികിൽ കണ്ട മരത്തിലേക്ക് ഒരു ഏറു കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ മാല ചെന്ന് വീണ മരത്തില് സ്വർണ്ണ നിറമുള്ള പൂക്കൾ വിരിയാൻ തുടങ്ങി. പെട്ടെന്നാണ് ശ്രീലകത്ത് നിന്നും ഒരു അശരീരി കേട്ടത്. എന്റെ ഭക്തനെ ആരാണ് ഉപദ്രവിച്ചത്? എന്റെ ഭക്തന് ഞാൻ സമ്മാനമായി നൽകിയ മാലയാണത്. ഒരിക്കലും എന്റെ ഭക്തൻ മോഷ്ടിച്ചിട്ടില്ല, നുണ പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്റെ പരമഭക്തൻ ആരാണ് ഉപദ്രവിച്ച്? ആ ഉപദ്രവിച്ചവരെല്ലാവരും തന്നെ ആ മരത്തിൽ കാണുന്ന പുഷ്പങ്ങൾ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ കണി കാണണം. എന്നാൽ മാത്രമാണ് ഞാൻ നിങ്ങളിൽ സംതൃപ്തനാവുകയുള്ളൂ. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കണമെങ്കിൽ ആ പൂക്കൾ എന്നിലൊരുക്കി എന്നെ കണി കാണണമെന്ന്. അന്നു മുതലാണ് പൊന്നു ഗുരുവായൂരപ്പനെ കണിക്കൊന്ന ഇത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയത്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.